ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്താഴ വിരുന്നൊരുക്കി ബ്രസീൽ സർക്കാർ. നല്ല സൗഹൃദത്തിലിരുന്ന ചൈനയെ പിണക്കുക എന്നതാണോ, അതോ ചൈന പിണങ്ങിയാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് കാണിക്കാനാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്നിലൂടെ ബ്രസീൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായാലും ഇത് ചൈനീസ് പ്രസിഡന്റിനെ നല്ലതുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് പിന്തുണ നൽകിയ ചൈനയെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് കരുതി രാജ്യങ്ങൾ അവഗണിക്കുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഇതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക അത്താഴ വിരുന്നൊരുക്കിയതാണ് ബ്രസീൽ സർക്കാർ. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്റ്റേറ്റ് ഡിന്നറാണ് ബ്രസീൽ തയ്യാറാക്കുന്നത്. എന്നാൽ ബ്രസീലിന്റെ ഈ നീക്കം ചൈനയ്ക്ക് അത്ര രസിച്ചിട്ടില്ല എന്നാണ് ചൈനയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തയാഴ്ചയാണ് ബ്രസീലിൽ വെച്ച് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഷെഡ്യൂൾ പ്രശ്നങ്ങൾ കാരണം ഷീ ജിൻപിങ് പങ്കെടുക്കില്ല എന്നാണ് ചൈന ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ചൈനീസ് പ്രതിനിധി സംഘത്തെ പ്രധാനമന്ത്രി ലീ ക്വിയാങ് നയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ലുല മോദി കൂടിക്കാഴ്ചയും അത്താഴ വിരുന്നും മൂലം ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുമെന്നാണ് ചൈന കരുതുന്നത്. മോദി കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയാൽ അദ്ദേഹം ഹീറോ ആയും ചൈനീസ് പ്രസിഡന്റ് സഹനടനായും മാറുമെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഈ ആശങ്ക മൂലമാണ് ചൈനീസ് പ്രസിഡന്റ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കുന്നത് എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ. അതേസമയം ഈ വർഷം തന്നെ 2 തവണ ബ്രസീൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിനാലാണ് ചൈനീസ് പ്രസിഡന്റ് ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാണ് ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഷീ ജിൻപിങ്ങിനെ പ്രതിനിധീകരിക്കുന്നത് പ്രീമിയർ ലീ ക്വിയാങ് ആയിരിക്കുമെന്ന് ചൈന ബ്രസീലിനെ അറിയിച്ചിട്ടുണ്ടെന്ന ചില വിവരവും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇത് പറഞ്ഞത്. 2023 ഇന്ത്യയിൽ നടന്ന ഗ്രൂപ്പ് ഓഫ് 20 ഉച്ചകോടിയിൽ ലീ മുമ്പ് തന്റെ ബോസിന്റെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെയും ലംഘനമായ ഇറാനെതിരെ സൈനിക ആക്രമണങ്ങൾ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചതിൽ ബ്രിക്സ് രാജ്യങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുകയും ചെയ്തു. അതേസമയം അക്രമചക്രം തകർത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യത്തിന് ആഹ്വാനം ചെയ്തു. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റ് 6 രാജ്യങ്ങൾ എന്നിവ സ്ഥിതിഗതികൾ ഉടനടി ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും എല്ലാ കക്ഷികളും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് സംഭാഷണത്തിലും നയതന്ത്രത്തിലും ഏർപ്പെടാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2025 ജൂൺ 13 മുതൽ ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ ഞങ്ങൾ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും ലംഘനമാണ്. തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സ്ഥിതി വഷളാകുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ സൈനിക ആണവാസ്തികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അഭൂതപൂർവമായ ആക്രമണം അഴിച്ചുവിട്ടു. അതേസമയം ടെഹ്റാൻ മിസൈൽ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചു. 11 ദിവസത്തെ സംഘർഷത്തിൽ ഇറാനിൽ 900-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ 28 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ US വൻ വ്യോമാക്രമണം നടത്തിയപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളോടെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അക്രമചക്രം തകർത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഞങ്ങൾ അടിവരയിടുന്നു. സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാനും സമാധാനപരമായ മാർഗങ്ങളിലൂടെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും നിലവിലെ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇടപെടാൻ എല്ലാ കക്ഷികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നും ബ്രിക്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.